പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ മഹത്വം വീണ്ടും അർപ്പിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നാം എല്ലാവരും കഴിഞ്ഞ വർഷം ഇതേ കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ ഷാജൻ ബ്രദറിനൊരു വലിയ അപകടം സംഭവിക്കുകയുണ്ടായി. നിങ്ങളെല്ലാവരും അറിഞ്ഞു, നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. ആ കൺവെൻഷനിൽ നാം പ്രാർത്ഥിച്ചു. ലോകമെമ്പാടുമുള്ള അനേക ദൈവ മക്കൾ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. അത്ഭുതകരമായ നിലയിൽ പ്രൈസ് ദി ലോർഡ് മരിച്ചുപോയെന്ന് വിധി എഴുതപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഷാജൻ ബ്രദർ. എന്നാൽ പ്രാർത്ഥനയുടെ ഫലമായി ആ മാന്യ സഹോദരൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ നടന്ന് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. ആ ദൈവത്തിന്റെ വലിയ അത്ഭുതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു ജീവിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മെഡിക്കൽ സയൻസിനെയൊക്കെ ഞെട്ടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ചില മിനിറ്റുകൾ അദ്ദേഹത്തിന്റെ സാക്ഷ്യം ഇപ്പോൾ നമ്മളോട് പറയുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദ്യമായി ഇവിടെ പ്രിയ സാം ബ്രദർ സ്വാഗത പ്രസംഗം പറഞ്ഞപ്പോഴും നമ്മുടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടി ജി ശമുവേൽ ഇപ്പോൾ മുഖവരിയായിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ട വ്യക്തി ഞാനാണ്. നമ്മുടെ ദൈവത്തെ ഒരു പ്രാവശ്യം കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ദൈവം വലിയവനാണ്. അവർ ഗോഡ് ഈസ് ഗ്രേറ്റ് എന്നൊന്ന് ഉച്ചത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടെ പറയാം. ഓ, അവർ ഗോഡ് ഈസ് ഗ്രേറ്റ്. പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാവരും, എനിക്ക് ചുരുക്കം 10 മിനിറ്റാണ് ഈ ദൈവസഭ അനുവദിച്ചു തന്നിരിക്കുന്നത്. ഇത് മണിക്കൂറുകൾ പറയേണ്ട സാക്ഷ്യമാണ് നിങ്ങളോട് പറയേണ്ടത്. അതായത് കഴിഞ്ഞ 1911 സെപ്റ്റംബർ 12-ാം തീയതി നടന്ന സംഭവമാണ് ഇന്ന് നമ്മൾ കേട്ടത്. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവസഭ ശക്തമായി പ്രാർത്ഥിച്ചു. ഇവിടെ സ്റ്റേജിലിരിക്കുന്ന ദൈവദാസന്മാർ ഉൾക്കൊണ്ട സഭകൾ അവർ കൈയോട് കൈ കോർത്ത് പിടിച്ച് ഉപവാസ പ്രാർത്ഥന അറേഞ്ച് ചെയ്ത് പ്രത്യേക പ്രാർത്ഥനകൾ അറേഞ്ച് ചെയ്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്നിവിടെ കടന്നു വരാത്ത അനേക പ്രാർത്ഥനാ കൂട്ടങ്ങൾ, അവിടെങ്ങളായി പ്രയർ സെല്ലുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്നും അവര് എന്നെ വിളിച്ച് ടോപ്പപ്പ് ചെയ്യാറുണ്ട്. എന്തുവരെ ആയി ബ്രദറെ, എവിടം വരെ ആയി എന്ന് അറിഞ്ഞ് അവരെന്നോട് ചോദിച്ച് വീണ്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൂടാതെ ഭൂലോകത്തിൽ ലോകത്തിന്റെ 5 വൻകരകളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അമേരിക്കയിൽ ആയിരുന്ന ഒരു ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ഇവിടെയുള്ള പ്രയർ ലൈനിൽ ടെലിഫോൺ വഴിയായി ഞങ്ങൾ ബ്രദറിന് വേണ്ടി ഒരു ദിവസം പ്രാർത്ഥിച്ചു എന്ന് പറയുവാനിടയാക്കി. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഞാൻ ആരാണെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. നിങ്ങളെക്കാൾ എളിയവനായ, നിങ്ങളെക്കാൾ സാധുവായ ഒരു ദൈവ പൈതലിന് വേണ്ടി ലോകം ഉണർന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അതിന്റെ ബന്ധം എന്തെന്ന് ആമേൻ പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങൾക്ക് മാത്രമേ അറിയുവാൻ കഴിയത്തുള്ളൂ. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ആമേൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയത്, ആമേൻ സ്തോത്രം, നമ്മെ വെറും പാത്രങ്ങളായി ആമേൻ വഴിയിൽ തള്ളിയിടുവാനല്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. നാം കർത്താവിന്റെ സന്നിധിയിൽ വിലയുള്ളവരാണ്. നാം ദൈവത്തിന്റെ സന്നിധിയിൽ മാന്യതയുള്ളവരാണ്. അവന് വിലയേറിയ പാത്രങ്ങളാണ്. ആമേൻ. ആകയാൽ ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, എന്റെ സാക്ഷ്യം ഞാൻ ചുരുക്കത്തിൽ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുവാൻ തക്കൊണ്ട് ഇടയാകും ഒരു ദൈവം എങ്ങനെയാണ് വിടുവിക്കുന്നതെന്ന്. 2011 സെപ്റ്റംബർ 12-ാം തീയതി വൈകിട്ട് എന്റെ ഡ്യൂട്ടിയിൽ സമയം 7 മുതൽ രാവിലെ 7 വരെ ആയിരുന്നു. അന്ന് വളരെ തിരക്കേറിയ സമയങ്ങളായിരുന്നു. അതായത് കേംബ്രിഡ്ജ് ബെഥേൽ പെന്തക്കോസ്റ്റ് ചർച്ചിന്റെ 6ാമത് വാർഷിക കൺവെൻഷൻ ഞങ്ങൾ തീരുമാനിച്ചു. അഭിഷിക്തനായ ദൈവത്തിന്റെ ദാസൻ പാസ്റ്റർ PJ ജെയിംസിനെ ഞങ്ങൾ അറേഞ്ച് ചെയ്തു. അങ്ങനെ അതിന്റെ നോട്ടീസ് അടിച്ച് ദൈവസഭയിലുള്ള എല്ലാ സഹോദരന്മാരും ഈ രണ്ട് പേരായി ഈ ഇംഗ്ലണ്ടിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നുപോയി ജനത്തെ ഈ ദൈവസഭയിലേക്ക് ആഹ്വാനം ചെയ്യുവാനും സ്വാഗതം ചെയ്യുവാനുമായിട്ട് ഞങ്ങൾ കടന്നുപോയി. അന്ന് അതായത് 1911 സെപ്റ്റംബർ 12-ാം തീയതി ഞാനും പ്രിയ റോജി ബ്രദറും കൂടെ ഈ കേംബ്രിഡ്ജിന്റെ ദേശത്ത് വിവിധ ഭവനങ്ങൾ കയറിയിറങ്ങി. ഈ ജനത്തോട് ദൈവ ഭവനങ്ങളിൽ കയറിയിറങ്ങി അവരോട് ഈ സുവിശേഷ യോഗത്തെ കുറിച്ച് പറയുവാനും അവർ ആ വീടുകളിൽ അവരുമായി സ്തോത്രം അതിൽ സൽക്കാരങ്ങൾ സംബന്ധിക്കുവാനും അതിനുശേഷമായി എല്ലാ ഭവനങ്ങളിലും പ്രാർത്ഥിച്ച് അങ്ങനെ ഓരോ ഭവനങ്ങൾ ഓരോന്നായി ഞങ്ങൾ പോയിക്കൊണ്ടേയിരുന്നു. ഏകദേശം 6 മണി ആയപ്പോൾ എനിക്ക് അന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഡ്യൂട്ടിക്കായിട്ട് നേരെ വാഹനം എടുത്ത് കടന്നുപോയി. പ്രിയ റോജി ബ്രദറും പ്രിയ ജോയിച്ചാനുമായി ബാക്കിയുള്ള ഭവനങ്ങളിലേക്ക് അവർ കടന്നുപോയി. ആയതുപോലെ തന്നെ കർത്താവിന്റെ ദാസനും പ്രിയ സാം ബ്രദർ അങ്ങനെയുള്ള സഹോദരന്മാരെല്ലാം വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ശുശ്രൂഷയിലായിരുന്നു. അങ്ങനെ ഞാൻ ജോലിക്കായിട്ട് ശീഘ്രത്തിൽ കടന്നുപോയി. അങ്ങനെ ജോലിയിൽ ഞാൻ 7 മണിക്ക് അവിടെ കയറി. അവിടെ കടന്നു ചെന്നപ്പോൾ അന്ന് ഞാൻ ജോലി ചെയ്തത് ഈ കേംബ്രിഡ്ജിനടുത്തുള്ള
അടുത്തുള്ള വോക്കിംഗ്ടൺ എന്ന് പറയുന്ന ഒരു എയർ ഫീൽഡ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ എയർഫോഴ്സ് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു റൺവേ ആണ്. അവിടെ ഇപ്പോൾ അടച്ചിരിക്കുന്നതിനാൽ ഞാൻ ജോലി ചെയ്യുന്ന OCS കമ്പനി എന്ന സെക്യൂരിറ്റി കമ്പനിയാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ അതിലൊരു സെക്യൂരിറ്റി ഓഫീസറായി അന്ന് അവിടെ ജോലി ചെയ്യുകയായിരുന്നു. എന്നോടൊപ്പം 2 ഈ നാട്ടുകാരായ ഇംഗ്ലീഷുകാർ വന്ന് രാത്രി ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഡ്യൂട്ടിക്ക് ചെന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ അവിടെ ഒരു വ്യക്തി, എന്നെ അറിയുന്ന വ്യക്തിയും ഒരു വ്യക്തി അന്ന് ഞാൻ ആദ്യമായി കാണുന്ന ഒരു ജോലിക്കാരനുമായിരുന്നു. അങ്ങനെ എനിക്ക് ഡ്യൂട്ടി അന്ന് ലീഡർ ആയിരിക്കുന്ന വ്യക്തി ഡ്യൂട്ടി ഷെയർ ചെയ്ത് തന്നപ്പോൾ എന്നെയും ആദ്യം ഈ അപരിചിതനായ ഈ ഇംഗ്ലീഷുകാരനെയും കൂടെ ഒന്നിച്ച് ഒരു വാഹനത്തിൽ ഞങ്ങൾക്ക് വെളുപ്പോളം നൈറ്റ് പെട്രോളിംഗ് ചെയ്യണം, ഓരോ മണിക്കൂറായി ചെയ്യണം. അതിനുശേഷം പിന്നെ ഈ ഓഫീസിൽ വന്ന് റിപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഇങ്ങനെ ഈ വാഹനവുമായി കടന്നുപോയി ഇങ്ങനെ ഞങ്ങൾ പെട്രോളിംഗ് ചെയ്യുന്ന സമയം അങ്ങനെ ആദ്യ മണിക്കൂറിൽ ഞാനും ഈ അപരിചിതനായ ഈ ഇംഗ്ലീഷുകാരനുമായി പുറപ്പെട്ടു. മറ്റേ ഇംഗ്ലീഷുകാരൻ വേറൊരു വാഹനത്തിൽ അയാൾ ഒറ്റയ്ക്കായിട്ട് പുറപ്പെട്ടു. അങ്ങനെ വെളുപ്പോളം ഞങ്ങൾ ഇങ്ങനെ റൊട്ടേഷനിൽ വരും. അടുത്ത മണിക്കൂറിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും, ഈ രണ്ടുപേർ ഒറ്റയ്ക്ക്. ഇങ്ങനെ വെളുപ്പോളം ഞങ്ങളുടെ ഡ്യൂട്ടി ആരംഭിക്കുവാൻ തുടങ്ങി. ഞാൻ ചുരുക്കി പറയട്ടെ, എന്റെ ടേണ് ഈ വ്യക്തിയുമായിട്ട് ആരംഭിച്ചു. അങ്ങനെ ഞങ്ങൾ വാഹനത്തിലേക്ക് അടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡ്രൈവ് ചെയ്യാം, നീ ഇവിടെ എന്റെ അടുത്തിരുന്ന്, അതായത് ഞങ്ങൾക്ക് ക്ലോക്ക് പോയിന്റ് ഉണ്ട്, ഞങ്ങൾക്ക് ക്ലോക്ക് പഞ്ച് ചെയ്യണം, നീ ഇന്ന് പഞ്ച് ചെയ്യുക, ഞാൻ ഇപ്പോൾ വണ്ടി ഓടിക്കാം, അടുത്ത മണിക്കൂറിൽ നീ വാഹനം ഓടിക്കുക, ഞാൻ പഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തി ഞങ്ങളുടെ ഡ്യൂട്ടി ആരംഭിച്ചു. 7 മണിക്ക് തുടങ്ങി. അദ്ദേഹം വാഹനം ഓടിച്ചു, ഞാൻ വാഹനത്തിലിരുന്നു. ക്ലോക്ക് പോയിന്റ് അവിടെ ചെല്ലുമ്പോൾ വാഹനം നിർത്തും, ഞാൻ ഇറങ്ങി അത് പഞ്ച് ചെയ്യും, എന്നിട്ട് പിന്നെയും ഞാൻ വാഹനത്തിൽ കയറിയിരിക്കും. ഇങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നു. ഏകദേശം 7:56 ആയി. അപ്പോൾ ഞങ്ങളുടെ അവസാന ക്ലോക്ക് പോയിന്റ് അടുത്തെത്തി. അവിടെ ഒരു വലിയ ഗേറ്റ്, ഈ മുന്നിൽ കാണുന്ന ഗേറ്റ് പോലെ ഒരു വലിയ ഇരുമ്പ് ഗേറ്റ് ഉണ്ടായിരുന്നു, 2 പാളിയുള്ള. ആ പാളിയിൽ ഒരു താഴെ ഇങ്ങനെ ഇട്ടിരുന്നു. ആ താഴിന്റെ താക്കോൽ എന്റെ വാഹനത്തിൽ, ഞങ്ങൾ ഓടിക്കുന്ന വാഹനത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്റെ ഈ ചാവി എടുത്ത് തന്നിട്ട് പറഞ്ഞു, നീ പോയി അത് തുറക്ക്, ഞാൻ വാഹനം അങ്ങ് ഉള്ളിലേക്ക് ആക്കി കഴിയുമ്പോൾ വീണ്ടും നീ ഗേറ്റ് അടച്ചിട്ട് ഈ വാഹനത്തിൽ കയറിയിരിക്കണമെന്ന് എന്നോട് പറഞ്ഞു. അതായിരുന്നു ഞങ്ങളുടെ മുന്നിലുള്ളതായ ഉദ്യമം. അങ്ങനെ അദ്ദേഹം എന്റെ കയ്യിൽ ചാവി തന്നിട്ട് അദ്ദേഹം വാഹനത്തിൽ ഇങ്ങനെ ഇരുന്നു. ഞാൻ വാഹനം തുറന്ന് ആ വാഹനത്തിന്റെ വെളിയിലിറങ്ങി ചാവിയുമായി. അങ്ങനെ ആ ഗേറ്റിൽ തന്നെ ഒരു ക്ലോക്ക് പോയിന്റ് ഉണ്ടായത്, അത് ഞാൻ കൃത്യമായി ക്ലോക്ക് ചെയ്തു. എന്നിട്ട് ആ ഗേറ്റിന്റെ സെന്ററിലേക്ക് ഞാൻ പാഞ്ഞു ചെന്നു. എന്നിട്ട് എന്റെ കയ്യിൽ ഇരുന്ന ചാവി ഞാൻ ആ പാഡ്ലോക്കിലേക്ക് ഇടുന്ന സമയം പുറകിൽ എന്തോ ഒരു അലർച്ച പോലെ, ഒരു ഇരമ്പൽ പോലെ എനിക്ക് തോന്നി. ഈ വാഹനം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കൺട്രോൾ വിട്ടിട്ട് നേരെ പാഞ്ഞു വന്ന് ഗേറ്റ് കൂട്ടി എന്നെ ഇടിച്ചു. അങ്ങനെ ആ ഇടിയുടെ ശക്തി കൊണ്ട് എന്റെ കൺട്രോൾ ആകെ തെറ്റിപ്പോയി. അങ്ങനെ ഈ ഇടിയുടെ ശക്തി കൊണ്ട് ഈ ഗേറ്റ് താനെ തുറന്നുപോയി. ഒരു വലിയ ശബ്ദത്തോടെ ആ ഗേറ്റ് ഇങ്ങനെ തുറന്നു പോയപ്പോൾ ഞാനിങ്ങനെ മുന്നേക്ക് കൈകുത്തി താഴെ വീണു. അങ്ങനെ താഴെ വീണപ്പോൾ മാത്രയിൽ തന്നെ ഈ വാഹനം പിന്നെയും വലിയൊരു ഇരമ്പലോടുകൂടെ എന്നെയും കൊണ്ട് ഒരു 20 യാർഡ് മുന്നോട്ട് ഇങ്ങനെ പാഞ്ഞു പോകുവാൻ ഇടയായി. എന്റെ ആകെ കൺട്രോളുകൾ വിട്ടുപോയി. എനിക്ക് യാതൊരു കൺട്രോളും ഇല്ലാതായി. ഞാൻ എന്നെ തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. ആ വാഹനം അങ്ങനെ ചെന്ന് ഒരു 20 യാർഡ് മുന്നിൽ ചെന്നിട്ട് നിന്നിട്ട് ഇദ്ദേഹം ഇറങ്ങി വന്നിട്ട് വരുന്ന ശബ്ദമൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോഴേക്കും എന്റെ ശരീരമാസകലം എന്നെ തകർന്നു പോയിരുന്നു. എന്റെ ഈ വാരിയലിന്റെ 2 സൈഡിലും 8 വാരിയൽ വെച്ച് ഒടിഞ്ഞിരുന്നു. അങ്ങനെ എന്റെ വലത് കാല് ആകെ ഒടിഞ്ഞ് മടങ്ങി, അതായത് അസ്ഥിയുമായിട്ടുള്ള ബന്ധം വിട്ടിട്ട് അത് നേരെ ട്വിസ്റ്റായിട്ട് വന്ന് എന്റെ ചെവി ഇങ്ങനെ തലയുടെ സൈഡിൽ വന്ന്, ഈ സെക്യൂരിറ്റി ബൂട്ടൊക്കെ ആയിരുന്നു ഇട്ടിരുന്നത് കൊണ്ട് അതിങ്ങനെ വന്ന് എന്റെ സൈഡിൽ കിടന്നു. ഞാൻ ഇങ്ങനെ തല ചരിച്ച് നോക്കിയപ്പോൾ എന്റെ കാലാണ് ഇവിടെ കിടക്കുന്നത് ഞാൻ കണ്ടത്. എനിക്ക് ശരീരം അതായത് ഈ നെഞ്ചു മുതൽ താഴോട്ട് ഒരു ചലനമില്ലാതായി പോയി. അതായത് നേരെ പുറകിൽ വന്നായിരുന്നു ഇടിച്ചത്. എന്റെ സ്പൈനൽ കോഡ് അത് ഡാമേജ് ആയി. അങ്ങനെ ഒരു ദേഹമാസകലം ഒരു ഡാമേജ് ആയി പോകുവാൻ തക്കോണം ആ ആക്സിഡന്റ് ഇടയാക്കി. എന്റെ ഇടത് കാലിന്റെ ലിഗമെന്റ് പൂർണ്ണമായി ഡാമേജ് ആയി, വലത് കാല് മൾട്ടി ഫ്രാക്ചർ ആയി, അതായത് ഇടത് ഷോൾഡർ എന്റെ ഡിസ്ലൊക്കേഷൻ ആയി, അവിടുത്തെ കോളർ ബോൺ ഒടിയുവാൻ ഇടയായി. അങ്ങനെ ഈ വാരിയൽ ഒടിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി എന്റെ ലങ്സ് അത് ബ്രൂയിസ് ആകുവാൻ ഇടയായി. ആ ബ്രൂയിസ് ആയത് മുഖാന്തരം ഉള്ളിൽ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുവാൻ തുടങ്ങി. ഏകദേശം ഞാൻ ഒരു 20 മിനിറ്റിന് അപ്പുറമായി ഞാൻ അവിടെ ആ വാഹനത്തിന്റെ അടിയിൽ കിടക്കുവാൻ ഇടയായി. ഒരു വിജനമായ സ്ഥലമായതിനാൽ ഈ ആംബുലൻസും പോലീസും ഫയർഫോഴ്സും ഒക്കെ വരാൻ സമയമെടുത്തത് കൊണ്ട് അവിടെ കിടന്ന് ഞാൻ ഇഞ്ചിഞ്ചായി എന്റെ പ്രാണൻ എന്നിൽ നിന്ന് മാറ്റപ്പെടുവാൻ തുടങ്ങി. എനിക്ക് സംസാരിക്കണമെന്ന്
കേൾക്കുന്നുണ്ട്. എന്നാൽ ഈ ആൾക്കാരൊക്കെ വന്ന് എന്നോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഈ വാഹനത്തിന്റെ അടിയിൽ കിടക്കുമ്പോൾ ഞാൻ മുഖം കൈവെള്ളയിൽ അമർത്തിയാണ് ഈ വാഹനത്തിന്റെ അടിയിൽ കിടന്നത്. ഞാൻ അവിടെ കിടന്നുകൊണ്ട് എന്റെ ദൈവത്തോട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ നിന്റെ ദാസനാണ്, നിന്റെ ദാസനാണെങ്കിൽ ഇന്ന് എന്നെ ഇവിടെ നിന്ന് നീ വിടുവിക്കണം. ഇല്ല കർത്താവേ, എന്നെ കൊണ്ട് ഈ ഭൂമിയിൽ നിനക്ക് ഇനി ആവശ്യമില്ലെങ്കിൽ ഇന്ന് ഞാൻ നിന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്റെ ചെറുപ്രായം മുതൽ ഇന്ന് വരെയും പരമാർത്ഥ ഹൃദയത്തോടും ഉന്മേഷത്തോടും കൂടെ നിന്നെ ഞാൻ സേവിച്ചു. അതിന്റെ ഫലമാണ് ഇന്ന് ഞാൻ ഈ അനുഭവിക്കുന്നതെങ്കിൽ അതാകട്ടെ, എന്നെ നിന്റെ കരങ്ങളിൽ തരുന്നു കർത്താവ്. പിന്നെ ഞാൻ വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇന്ന് ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കർത്താവേ, ഞാൻ ഇന്ന് നിന്നോടൊപ്പം ചേരുന്നത് ഈ ദേശത്തിന്, ഈ ദേശത്തെ ദൈവനാമത്തിന് അതൊരു അനുഗ്രഹമാണെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇത് മുഖാന്തരം ദൈവനാമം ദൂഷിക്കപ്പെടുവാൻ ഈ ദേശത്ത് നീ അനുവദിക്കരുത്. എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും നിന്റെ കരങ്ങളിൽ ഞാൻ തരുന്നു. എനിക്കുള്ളതിനെല്ലാം ഞാൻ നിനക്ക് തരുന്നു. ഞാൻ ഇന്ന് നിന്നോടുകൂടെ നിന്റെ സന്നിധിയിലായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ഇങ്ങനെ വീണ്ടും ഒരു വാചകം പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ചെയ്തു വരുന്ന പ്രവർത്തനങ്ങൾ, ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്ന സമൂഹം, കർത്താവേ, അതിന് എന്റെ ആബ്സെൻസ് മൂലം ഒരു നഷ്ടം വരുവാൻ അനുവദിക്കരുത് എന്ന് ഞാൻ ഉച്ചത്തിൽ അവിടെ കിടന്നുകൊണ്ട് എനിക്ക് പറയാവുന്ന സ്വരത്തിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ ഒന്നോട് പറയട്ടെ പ്രിയമുള്ളവരെ, അല്ലാതെ ഒരു ദീനരോധനമോ എന്നെ വിടുവിക്കണമേ, എന്നെ രക്ഷിക്കണമേ, എനിക്ക് എന്നെ ഓടി വരണമേ എന്നൊന്നും ഒരു ശബ്ദം പോലും, ഒരു വേദന ഞാൻ അറിഞ്ഞിട്ടില്ല, ഒരു പ്രയാസം ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ ഇഞ്ചിഞ്ചായി എന്റെ പ്രാണൻ എന്നിൽ നിന്ന് മാറ്റപ്പെടുന്നത് ഞാൻ അനുഭവപ്പെട്ടു. പെട്ടെന്ന് ആംബുലൻസിന്റെ ശബ്ദമൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് ആരോ ഡോറ് തുറന്നിട്ട് എന്നെ ഏബ്രഹാം എന്ന് വിളിച്ചു. ഞാൻ അദ്ദേഹത്തോട് പ്രതികരിച്ചു. പക്ഷെ എന്റെ വായിൽ നിന്ന് ശബ്ദം പുറത്തു വന്നില്ല. ആകെ എന്റെ കൺട്രോള് തെറ്റിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പെട്ടെന്ന് ആരോ വന്നിട്ട് എന്നെ പുറത്തെടുക്കുവാനുള്ള പ്ലാന് അവർ ചെയ്യുന്നതായിട്ട് ഞാൻ കേൾക്കുവാനിടയായി. പെട്ടെന്ന് അവർ ചെയ്യുന്ന ഇടയിൽ എന്റെ പ്രാണൻ എന്റെ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതായി ഞാൻ അനുഭവിച്ചു. പെട്ടെന്ന് ഒരു വലിയൊരു പ്രകാശം എന്റെ മേൽ ഇങ്ങനെ കടന്നു വന്നിട്ട് ഒരു വലിയ തീഗോളത്തിലേക്ക് എന്നെ അങ്ങോട്ട് കടത്തി വിട്ടു. എന്നിട്ട് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, ആ നാസായിൽ നിന്ന് റോക്കറ്റ് വിക്ഷേപിക്കുന്നത് ആയതുപോലെ ഒരു പ്രക്രിയയിലേക്ക് എന്നെ അങ്ങോട്ട് കടത്തിയിട്ട് നേരെ ഉയരത്തിലേക്കുള്ള ഒരു ദീർഘദൂര യാത്ര ദൈവം എന്നെ കൊണ്ടുപോകുന്നതായി ഞാൻ അനുഭവപ്പെട്ടു. പ്രിയമുള്ളവരെ, ഒരു സമയം വരെയും എന്നെ ഞെരുക്കുന്ന അനുഭവങ്ങൾ ഞാൻ അനുഭവപ്പെട്ടു. വളരെ ഞെരുങ്ങി ഒതുങ്ങി ഞാൻ പോകുന്ന ഒരു യാത്ര ഞാൻ ഇന്നും അത് മനസ്സിൽ കാണുന്നു. എന്നാൽ കുറെ ദൂരം കഴിഞ്ഞപ്പോൾ സ്തോത്രം, ഞാൻ ദീർഘ യാത്ര അങ്ങനെ ആരംഭിച്ച് ഒരു നല്ല ഒരു സ്ഥലത്ത് ദൈവം എന്നെ കൊണ്ടെത്തിച്ചു. അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടത് അവിടെ യാതൊരു പരാതികളുമില്ല, യാതൊരുതുമായ വേദനകളില്ല, യാതൊരു അസ്വസ്ഥതകളുമില്ല, ചൂടില്ല, തണുപ്പില്ല, നല്ല ശാന്ത സുന്ദരമായ ഒരു നല്ല അന്തരീക്ഷത്തിൽ ദൈവം എന്നെ കൊണ്ടിരുത്തിയിട്ട് എന്നോട് ഇങ്ങനെ തോളെ തട്ടി സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കുകയാണ്, മകനെ, ഇതാണ് മരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ ദൈവത്തെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, ദൈവമേ, ഇത്രയേ ഉള്ളൂ മരണം? ഇതിനാണോ ജനം ഭയപ്പെടുന്നത്? ഇതാണോ മരണം? മരണാനന്തരം ഇതാണോ സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യം ഞാൻ മറു ചോദ്യമായി അവിടെ ചോദിക്കപ്പെട്ടപ്പോൾ എന്നോട് പറയുകയാണ്, നീ നോക്കൂ, ഭൂമിയിലേക്ക് നോക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ ഭൂമിയിലേക്ക് താഴെ നോക്കിയപ്പോൾ എന്റെ നിർജീവമായ ശരീരം ഒരു സ്ട്രക്ചറിൽ ഇങ്ങനെ കെട്ടപ്പെട്ടവനായി, ബന്ധിക്കപ്പെട്ടവനായി, ട്യൂബുകളും സറൗണ്ടായി നേഴ്സുമാര്, ഡോക്ടർമാര് തീവ്ര പരിശ്രമം ചെയ്യുന്ന ഒരു കാഴ്ച ഞാൻ ആ ഉയരത്തിൽ നിന്നുകൊണ്ട് എന്റെ ശരീരം, എന്റെ ആത്മാവ് ഉയരത്തിൽ നിന്ന് ദർശിക്കുവാൻ ഇടയായി. അങ്ങനെ ഞാൻ ആ കാഴ്ച കാണുകയും പെട്ടെന്ന് എന്റെ ആ ആ ഒരു അവസ്ഥ എന്നിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്തു. പിന്നെ ഞാൻ കണ്ണു തുറക്കുന്നത് 8ാം ദിവസമാണ്. ആഡംബ്രൂക്ക് ഹോസ്പിറ്റൽ NCCU സ്തോത്രം, അവിടെ വെന്റിലേറ്ററിൽ 8 ദിവസമായിരുന്നു. 3 ദിവസം ഡോക്ടർമാര് 72 മണിക്കൂർ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ശസ്ത്രക്രിയയും എന്റെ ശരീരത്തിൽ അവർ ചെയ്തില്ല. 14ാം തീയതിയാണ് എന്റെ സകല റിപ്പോർട്ടിലും എന്റെ ശരീരത്ത് ഒരു ഓപ്പറേഷൻ നടന്നത്. ഈ 2 ദിവസം ജീവൻ നിലനിൽക്കുമോ എന്ന് മാത്രമാണ് ഈ ലോകത്തിലെ ഡോക്ടർമാർ നോക്കിയത്. എങ്കിൽ എന്തെങ്കിലും ചെയ്യാ, ജീവൻ നിലനിൽക്കുന്നില്ലെങ്കിൽ എന്തിന് ഈ ശരീരത്തെ എന്തെങ്കിലും ചെയ്യണം എന്ന് അവർ ചിന്തിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ചുരുക്കം പറയട്ടെ, അവിടെ നിന്ന് ദൈവത്തിന്റെ
ദൈവത്തിന്റെ അത്ഭുതം എന്നിലേക്ക് വരുവാൻ ഇടയായി. അനേക ദൈവമക്കൾ, കോടാനുകോടി വിശുദ്ധന്മാർ ഭൂമിയുടെ നാനാ കോണിലിരുന്ന് ആമേൻ ദൈവമായിട്ട് മല്ലുപിടിച്ചു. ദൈവത്തിൽ ഇങ്ങനെ വായിക്കുന്നു, തന്റെ ഭക്തന്മാരുടെ നിലവിളി കേട്ട് ദൈവം അവരെ വിടുവിക്കുന്ന ദൈവമാണ്. ആമേൻ. എന്റെ പ്രാർത്ഥനയോ എന്റെ ജീവിതത്തിലെ ഒന്നുമല്ല, ദൈവ മക്കളുടെ നിരന്തരമായ കൂട്ടായ്മയും സഹകരണവും പ്രാർത്ഥനയും ഏത് ദീനക്കാരനെയും എഴുന്നേൽപ്പിക്കും ദൈവവചനത്തിലുണ്ട്. ദൈവത്തിൽ ഇങ്ങനെ കാണുന്നു, സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ എഴുന്നേൽപ്പിക്കൂ. ആമേൻ, സ്തോത്രം. അങ്ങനെ അവിടെ ഇവിടങ്ങളായി കൂട്ടായ്മകള്, ജാതി മത വ്യത്യാസമന്യേ, സമുദായ വ്യത്യാസമന്യേ അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചെല്ലാവർക്കും ഈ സമയം നന്ദി അറിയിക്കുന്നു. ഞാൻ പറയട്ടെ, എന്നെ ഓപ്പറേഷൻ വാടംബ്രൂക്ക് ഹോസ്പിറ്റൽ എന്റെ സ്പൈനൽ കോഡ് ഇഞ്ചുറി, അതെ രണ്ട് സ്പൈനൽ തമ്മിൽ ക്രഷായിട്ട് അത് അവിടെ റിപ്പയർ ചെയ്യപ്പെട്ടു. എന്നിട്ട് ഇങ്ങനെ എഴുതി, ഇവന്റെ ഇഞ്ചുറി കംപ്ലീറ്റ് ഇഞ്ചുറി ആണെന്ന്. എന്നാൽ ഞാൻ എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ തരുവാൻ തുടങ്ങി. ഞാൻ ലണ്ടനിലുള്ള അടുത്ത ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെയുള്ള വിദഗ്ധനായി ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ആര് പറഞ്ഞു നിന്റെ കംപ്ലീറ്റ് ഇഞ്ചുറിയാണ്, നിന്റെ ഇൻകംപ്ലീറ്റ് ഇഞ്ചുറിയാണ്, നിന്നിൽ അത്ഭുതങ്ങൾ നടക്കുന്നു, നിനക്ക് ചലനമുണ്ട്, നിനക്ക് സെൻസേഷൻ ഉണ്ട്, നിന്റെ ഈ ഇഞ്ചുറി അങ്ങനല്ല, അന്ന് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അബദ്ധമല്ല, എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആമേൻ. പ്രിയമുള്ളവരെ, അന്ന് മുതൽ ചെയ്യുന്ന എല്ലാ ട്രീറ്റ്മെന്റും വളരെ സക്സസ് ആയി ഇന്ന് വരെയും ഞാൻ അത്ഭുതകരമായി എന്റെ ജീവിതത്തിൽ ദൈവം എന്നെ നടത്തുന്നു. ഇന്ന് നിങ്ങളുടെ മധ്യ എഴുന്നേറ്റ് നിൽക്കുവാൻ ദൈവം ഇടയാക്കി. നിങ്ങൾ ചിന്തിക്കണം, ഒരു വർഷമേ ആയുള്ളൂ ഇത്രയും വലിയൊരു ഇഞ്ചുറി, ഇത്രയും വലിയൊരു ആക്സിഡന്റ് നടന്നിട്ട്. കഴിഞ്ഞ 12-ാം തീയതി ഒരു വർഷമേ ആയുള്ളൂ. എന്റെ ദൈവം എന്നെ എഴുന്നേൽപ്പിച്ച് ഈ ദേശത്തിന്റെ മധ്യത്തിൽ എന്നെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മുമ്പിൽ, എന്റെ കുടുംബത്തിന്റെ മുമ്പിൽ, ഞാൻ ആദരിക്കുന്ന ദൈവസഭയുടെ മുമ്പിൽ എന്നെ നിർത്തുവാൻ പ്രാപ്തനായ ദൈവത്തെ, എന്റെ ജീവൻ ഉള്ളിടത്തോളം ഈ ദൈവത്തെ മാത്രം ഞാൻ സേവിക്കൂ. എന്നെ അയക്കുന്നിടത്ത്, എന്നെ വിടുന്നിടത്ത്, ഞാൻ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഈ ദൈവത്തിന്റെ സ്തുതിയും ഈ ദൈവത്തിന് വേണ്ടിയുള്ള സ്തോത്രവും അല്ലാതെ ഒന്നും ഇനിയും കർത്താവേ എന്റെ നാവിന്മേൽ ഉണ്ടാകില്ല എന്ന് ദൈവത്തോട് ഞാൻ കൃതജ്ഞതയുള്ളവനാണ്. ആമേൻ. പ്രിയമുള്ളവരെ, മെഡിക്കൽ സയൻസ് തിരുത്തി എഴുതിയ അനേക കാര്യങ്ങൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് നടന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ എന്റെ കാലിന്റെ മുട്ടിന് അല്പം പ്രയാസമുള്ളതല്ലാതെ നിങ്ങളെ പോലെ എല്ലാ കാര്യങ്ങളും എനിക്ക് നോർമലാക്കി ദൈവം തന്നു. ആമേൻ. ദൈവം അവര് പറയുന്നു, എത്രയും പെട്ടെന്ന് ഇതിനും ഒരു വിടുതൽ തരും. അടുത്ത വർഷം ഇവിടെ കൺവെൻഷൻ നടക്കുന്നുവെങ്കിൽ ഞാൻ എഴുന്നേറ്റ് സ്റ്റേജിൽ നിന്ന് ദൈവത്തിന്റെ വചനം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുവാൻ വീണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് നമ്മുടെ ദൈവത്തെ കൊണ്ട് അസാധ്യമായിട്ട് ഒന്നുമില്ല. പ്രാർത്ഥിച്ചല്ല ദൈവമക്കൾക്കും എന്റെ നന്ദി അറിയിക്കുന്നു. എന്റെ സഭ, എന്റെ പ്രിയപ്പെട്ടവര്, എന്റെ ദൈവദാസൻ, ആമേൻ, ഈ ദേശത്തുള്ള ദൈവമക്കൾ എല്ലാവരും എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും, നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും, നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും ഒരു പ്രാവശ്യം ഒരു നന്ദി പറയുന്നു. ആമേൻ. സമയത്തിന്റെ പരിമിതി ഞാൻ ഭയപ്പെടുന്നു. നമ്മൾ കർത്താവിന്റെ വലിയൊരു ദാസൻ, നമുക്ക് പിന്നാലെ ദൈവത്തിന്റെ വചനം സൂക്ഷിക്കാനുണ്ടല്ലോ. സമയം കിട്ടുമ്പോൾ ഞാൻ ആമേൻ മുഴുവൻ സാക്ഷ്യവും നിങ്ങളോടൊപ്പം പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആയിരിക്കും ദൈവസഭയിൽ എല്ലാ ആഴ്ചയും ആമേൻ 5 മിനിറ്റ് 10 മിനിറ്റ് തുടർച്ചയായി ഈ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. നിങ്ങൾ അവിടെ വന്നാൽ ആമേൻ പൂർണ്ണമായി ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ, ദൈവം ചെയ്ത വിടുതൽ ആമേൻ കണ്ട് നിങ്ങൾക്കും ഈ ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവത്തെ സേവിപ്പാൻ ഭയം കൂടാതെ, മടി കൂടാതെ അവന്റെ അടുത്തേക്ക് കടന്നു വന്ന് അപ്പാ പിതാവേ അവന്റെ മുഖത്തേക്ക് നോക്കി വിളിക്കുവാൻ ദൈവയിടയാക്കി സ്തുതിക്കുന്നു. ഞാൻ ഇങ്ങനെ അത്യാസന നിലയിൽ കടന്നപ്പോൾ അനേക ദൈവമക്കൾ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. ചിലർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. 118-ാം സങ്കീർത്തനം 17-ാം വാക്യമാണെന്ന് തോന്നുന്നു, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ വർണ്ണിക്കും. അനേകർക്ക് ഇത് ഇങ്ങനെയുള്ള വാക്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തിട്ട് എന്റെ ഭാര്യയെ, എന്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് ധൈര്യപ്പെടുത്തി, ഈ ബ്രദർ മരിക്കയില്ല, ഈ ബ്രദറിനെ ദൈവം എഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ സർവശക്തനായ ദൈവം ചെയ്തു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ ചെറിയ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ ഇരുന്നുകൊള്ളുന്നു. ഇത്രയും നേരം കേട്ടിരുന്ന എന്റെ പ്രിയ ശ്രോതാക്കൾക്കും ഇവിടെ ഉപസ്ഥിതരായിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർക്കും ഇങ്ങനെ സമയം ഒരുക്കി തന്ന ഈ ദൈവസഭയ്ക്കും എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ കർത്താവിന് സകല മഹത്വവും കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥന